JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ഫയൽ ലഭ്യമാണ്. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാലിന് മധുരം നൽകുന്ന പ്രധാന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? പാലിന് മധുരം നൽകുന്ന പ്രധാന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാലിന് മധുരം നൽകുന്ന പ്രധാന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ഏതാണ്? ലാക്ടോസ് ആണ് അല്ലേ? പാലിന് മധുരം നൽകുന്ന പ്രധാന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ലാക്ടോസ്. അടുത്ത ക്വസ്റ്റ്യൻ. പശുവിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പ്രോട്ടീൻ ഏതാണ്? പശുവിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പ്രോട്ടീൻ ഏതാണ്? ആർക്കെങ്കിലും അറിയാവോ? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പശുവിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പ്രോട്ടീൻ ഏതാണ്? ഏതാണ്? കസീൻ ആണ് അല്ലേ? കസീൻ. പശുവിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പ്രോട്ടീൻ ആണ് കസീൻ. കസീൻ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഏതാണ്? ലാക്ടോമീറ്റർ ആണല്ലേ? പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ കൊഴുപ്പിന്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന പരിശോധന. പാലിലെ കൊഴുപ്പിന്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന പരിശോധന. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. 4 ടെസ്റ്റുകളാണ്. ഏത് ടെസ്റ്റാണ് പാലിന്റെ കൊഴുപ്പിന്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന പരിശോധന? ഏതാണ്? ഗർബർ പരിശോധനയാണ് അല്ലെ? ഗർബർ പരിശോധന അല്ലെങ്കിൽ ഗർബർ ടെസ്റ്റ് ആണ് പാലിന്റെ കൊഴുപ്പിന്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന പരിശോധന. ഏതാണ്? ഗർബർ പരിശോധന അല്ലെങ്കിൽ ഗർബർ ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. പാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉയർന്ന താപനിലയിൽ ചൂടാക്കി പെട്ടെന്ന് തണുപ്പിക്കുന്ന പ്രക്രിയ. പാല് കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉയർന്ന താപനിലയിൽ ചൂടാക്കിയിട്ട് പെട്ടെന്ന് തണുപ്പിക്കുന്ന പ്രക്രിയ എന്താണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ? ഏതാണ് ശരി ഉത്തരം? പാസ്ചറൈസേഷൻ. നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഏതാണ്? പാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന താപനിലയിൽ അത് ചൂടാക്കിയതിന് ശേഷം പെട്ടെന്ന് തണുപ്പിക്കുന്ന പ്രക്രിയയാണ് പാസ്ചറൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. തൈരുണ്ടാക്കാൻ പാലിൽ ചേർക്കുന്ന ബാക്ടീരിയ ഏതാണ്? തൈരുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലിൽ ചേർക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് അല്ലെ? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. തൈരുണ്ടാക്കാൻ പാലിൽ ചേർക്കുന്ന ബാക്ടീരിയ ആണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യൻ. വെണ്ണ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന പ്രധാന ഉപോൽപ്പന്നം. വെണ്ണ ഉണ്ടാക്കുമ്പോൾ ലഭിക്കുന്ന പ്രധാന ഉപോൽപ്പന്നം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? വെണ്ണ ഉണ്ടാക്കുമ്പോൾ ലഭിക്കുന്ന പ്രധാന ഉപോൽപ്പന്നം ഏതാണ്? മോരാണ് അല്ലേ? വെണ്ണ ഉണ്ടാക്കുമ്പോൾ ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? മോര്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. പാലിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വിറ്റാമിൻ. പാലില് ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വിറ്റാമിൻ. 4 വിറ്റാമിന്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് പാലിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വിറ്റാമിൻ? ഏതാണ്? വിറ്റാമിൻ സി ആണ് അല്ലെ? വിറ്റാമിൻ സി ആണ് പാലിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വിറ്റാമിൻ. അടുത്ത ക്വസ്റ്റ്യൻ. പശു പ്രസവിച്ച ശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ലഭിക്കുന്ന പാല്. പശു പ്രസവിച്ച ശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ലഭിക്കുന്ന പാല് എന്ത് പാലാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? അതാണ് കന്നിപ്പാൽ അല്ലേ? കന്നിപ്പാൽ. പശു പ്രസവിച്ച ശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ലഭിക്കുന്ന പാലാണ് കന്നിപ്പാൽ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ കൊഴുപ്പിന്റെ സാന്ദ്രത സാധാരണയായി എത്രയാണ്? പാലിലെ കൊഴുപ്പിന്റെ സാന്ദ്രത സാധാരണയായി എത്രയാണ്? ആർക്കൊക്കെ അറിയാം പാലിലെ കൊഴുപ്പിന്റെ സാന്ദ്രത സാധാരണയായി എത്രയാണെന്ന്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? 1.028 1.032 വരെയാണ് പാലിലെ കൊഴുപ്പിന്റെ സാന്ദ്രത. എത്രയാണ്? 1.028 മുതൽ 1.032 വരെ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിന്റെ മായം
പരിശോധനയിൽ യൂറിയ കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റ്. പാലിന്റെ മായം പരിശോധനയിൽ യൂറിയ കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റ് ഏതാണ്? 4 ടെസ്റ്റിന്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏത് ടെസ്റ്റാണ് പാലിന്റെ മായം പരിശോധനയിൽ യൂറിയ കണ്ടെത്താനുള്ള ടെസ്റ്റ്? ഏതാണ്? DMAB ടെസ്റ്റ് ആണ് അല്ലേ? ഡൈമെത്തിൽ അമിനോ ബെൻസാൽഡിഹൈഡ്. അതായത് DMAB ടെസ്റ്റ് ആണ് പാലിന്റെ മായം പരിശോധനയിൽ യൂറിയ കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റ്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ കൊഴുപ്പ് തരികളെ ചെറുതാക്കി വിഭജിച്ച് പാൽ വേർതിരിയാതെ സൂക്ഷിക്കുന്ന പ്രക്രിയ ഏതാണ്? പാലിലെ കൊഴുപ്പ് തരികളെ ചെറുതാക്കി വിഭജിച്ചതിന് ശേഷം പാൽ വേർതിരിയാതെ സൂക്ഷിക്കുന്ന പ്രക്രിയ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഹോമോജനൈസേഷൻ ആണ് അല്ലേ? പാലിലെ കൊഴുപ്പ് തരികളെ ചെറുതാക്കി വിഭജിച്ച് പാൽ വേർതിരിയാതെ സൂക്ഷിക്കുന്ന പ്രക്രിയയാണ് ഹോമോജനൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. വെണ്ണയ്ക്ക് പ്രത്യേക ഗന്ധവും രുചിയും നൽകുന്ന സംയുക്തം ഏതാണ്? വെണ്ണയ്ക്ക് പ്രത്യേക ഗന്ധവും രുചിയും നൽകുന്ന സംയുക്തം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഡയാസറ്റൈൽ ആണ് അല്ലെ? ഡയാസറ്റൈലാണ് വെണ്ണയ്ക്ക് പ്രത്യേക ഗന്ധവും രുചിയും നൽകുന്ന സംയുക്തം. ഏതാണ്? ഡയാസറ്റൈൽ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രസവത്തിന് ശേഷം പശു ആദ്യമായി നൽകുന്ന പാല് ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രസവത്തിന് ശേഷം പശു ആദ്യം നൽകുന്ന പാല് ഏത് പേരിൽ അറിയപ്പെടുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? നേരത്തെ നമ്മൾ ചോദിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഓപ്ഷനും കൂടെ കാണും അല്ലേ? കൊളസ്ട്രം. കൊളസ്ട്രം ആണ്. കന്നിപ്പാല് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ കൊളസ്ട്രോവും അതിനുള്ള ഉത്തരവാണ്. അപ്പോൾ ഓപ്ഷനിൽ കന്നിപ്പാല് കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ എഴുതാതെ പോകരുത്. അതുകൊണ്ട് കൊളസ്ട്രം കണ്ടാലും പ്രസവത്തിന് ശേഷം പശു ആദ്യമായി നൽകുന്ന പാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊളസ്ട്രം. അപ്പോൾ കൊളസ്ട്രം അല്ലെങ്കിൽ കന്നിപ്പാൽ ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആൻസറായിട്ട് ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഐസ്ക്രീം നിർമ്മാണ വേളയിൽ വായു കലരുന്നത് മൂലം അതിന്റെ അളവ് വർദ്ധിക്കുന്നതിനെ പറയുന്നത്? ഐസ്ക്രീം നിർമ്മിക്കുന്ന അവസരത്തിൽ ഈ വായു കലരുന്ന മൂലം അതിന്റെ അളവ് വർദ്ധിക്കുന്നതിനെ പറയുന്നത് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ? ഓവർ റൺ എന്നാണ് പറയുന്നത് അല്ലേ? ഓവർ റണ്ണ്. ഐസ്ക്രീം നിർമ്മാണ വേളയിൽ വായു കലരുന്ന മൂലം അതിന്റെ അളവ് വർദ്ധിക്കുന്നതിനെ പറയുന്ന പേരാണ് ഓവർ റണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടേം പാസ്ചറൈസേഷന് ഉപയോഗിക്കുന്ന താപനിലയും സമയവും എത്ര? ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടേം HTST പാസ്ചറൈസേഷന് ഉപയോഗിക്കുന്ന താപനിലയും സമയവും എത്ര? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ? 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ് ആണ്. 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ പ്രോട്ടീൻ ഘടകങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ടെസ്റ്റ്. പാലിലെ പ്രോട്ടീൻ ഘടകങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ടെസ്റ്റ്. 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? പാലിലെ പ്രോട്ടീൻ ഘടകങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണ്? സാൻഡ്രോപ്രോട്ടിക് ടെസ്റ്റ്. സാൻഡ്രോപ്രോട്ടിക് ടെസ്റ്റ് പാലിലെ അമിനോ ആസിഡുകളെ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. പാലിലെ പ്രോട്ടീൻ ഘടകങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ടെസ്റ്റാണ് സാൻഡ്രോപ്രോട്ടിക് ടെസ്റ്റ്. അതെന്താണ്? പാലിലെ അമിനോ ആസിഡുകളെ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ അമ്ലത്വം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? പാലിലെ അമ്ലത്വം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാലിലെ അമ്ലത്വം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ? ടൈട്രേഷൻ. ടൈട്രേഷൻ പാലിലെ അമ്ലത്വം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ടൈട്രേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ചീസ് നിർമ്മാണത്തിന് ശേഷം ലഭിക്കുന്ന ഉൽബോൽപ്പന്നം ഏതാണ്? ബൈ പ്രൊഡക്റ്റ് ഏതാണ്? അതായത് ചീസ് നിർമ്മാണത്തിന് ശേഷം ലഭിക്കുന്ന ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉപോൽപ്പന്നം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? വേ ആണല്ലേ? വേ. ചീസ് നിർമ്മാണത്തിന് ശേഷം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? വേ. ഓർത്തിരിക്കണം കേട്ടോ. വേ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? ആർക്കൊക്കെ അറിയാം പാലിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണെന്ന്? ആർക്കൊക്കെ അറിയാം പാലിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഉത്തരം -0.55 ഡിഗ്രി സെൽഷ്യസ്. -0.55 ഡിഗ്രി സെൽഷ്യസ് ആണ് പാലിന്റെ ഫ്രീസിംഗ് പോയിന്റ്.
-0.55 ഡിഗ്രി സെൽഷ്യസ്. പാലിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? -0.55 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ ശരിയായ രീതിയിലാണോ പാസ്ചറൈസ് ചെയ്തത് എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? പാല് ശരിയായ രീതിയിലാണോ പാസ്ചറൈസ് ചെയ്തത് എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഫോസ്ഫേറ്റ്സ് ആണല്ലേ, ഫോസ്ഫേറ്റ്സ്. പാല് ശരിയായ രീതിയിലാണോ പാസ്ചറൈസ് ചെയ്തത് എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ആണ് ഫോസ്ഫേറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.